ഓഡിയൻസ് എനിക്ക് വരാനുള്ള അവിടെ ഇരിക്കുന്ന എല്ലാവരും നെഗറ്റീവ് മാത്രമേ പുള്ളിക്കാരൻ്റെ കാണുന്നുള്ളൂ. നെഗറ്റീവ് മാത്രമേ ഉള്ളൂ, നെഗറ്റീവ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് നെഗറ്റീവ് പറയുന്നത്. ഞാൻ കണ്ടതിൽ വെച്ച് സ്വയം നെഗറ്റീവ് ഉണ്ടോ എന്ന് നോക്കിയിട്ടുള്ള മറ്റൊരാളുടെ നെഗറ്റീവ് പക്ഷേ ആളുകളുണ്ടല്ലോ നമ്മുടെ ജനങ്ങൾക്ക് പൊതുവേ ഇപ്പൊ സുരേഷിനെ കാണും വലിയൊരു ഹീറോ വർഷിപ്പ് ഉണ്ട്. അപ്പം അത്രയും ഒരു ഡിമാൻഡ് ഉണ്ട്. അപ്പൊ നിങ്ങളെ നിർത്തിക്കളല്ല. അദ്ദേഹം പാമ്പ് പിടിക്കുന്ന വിഷയം മാത്രമല്ല, ഒത്തിരി ചാരിറ്റി പ്രവർത്തനത്തിൽ കൂടെ ഈ ലോകത്തിൽ അംഗീകരിക്കുന്നത് മാത്രമല്ല. സുരേഷ് ഇത് എഡ്യൂക്കേറ്റ് ചെയ്യുന്നുണ്ട് ആൾക്കാരെ. കാരണം പാമ്പിനെ കുറിച്ചുള്ള ഒരുപാട് ധാരണാപേക്ഷകൾ ഇപ്പൊ ഞാൻ ചെയ്ത പല സംവാദങ്ങളിലും സുരേഷിന്റെ സാന്നിധ്യം. അതിനെ എഡ്യൂക്കേഷൻ എന്ന് പറയരുത് സർ, തെറ്റിദ്ധാരണകൾ പരത്തുകയാണ്. കവി തല്ലുവാങ്ങിയിട്ടേ പോകുന്നാ തോന്നുന്നത്. പാമ്പ് കടിച്ചാല് ഉപ്പുവെള്ളം കുടിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഉപ്പുവെള്ളം കുടിച്ചാൽ മതി എന്നാണ് സുരേഷ് പറഞ്ഞു. പക്ഷെ അത് കഴിഞ്ഞിട്ട് സുരേഷ് ആശുപത്രി കിടന്നപ്പോ 160 വയൽ ആന്റിവെനമാണ് എടുത്തത്. അത് തെറ്റാണ്. അത് ശുദ്ധ മണ്ടത്തിലാണ്. 65 വയലേ എടുത്തിട്ടുള്ളൂ. 65 വയൽ 120 കിടന്ന് ഞാൻ കരിഞ്ഞു പോയനെ. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. ഇദ്ദേഹത്തിന് മെഡിസിൻ വഴി പോകുന്നതാണ് ഇദ്ദേഹത്തിന്. ഞാനതിൽ പ്രത്യേകം പറയുന്നുണ്ട്, നാടൻ ചികിത്സ സാറിന് ഗൂഗിൾ ചെയ്ത് അതിന്റെ ഡീറ്റെയിൽസ് കിട്ടും. നാടൻ ചികിത്സാ രീതിയിലും ആയുർവേദത്തിലും പാമ്പ് വെനമുള്ള അല്ല കോബ്ര ബൈറ്റ് കെട്ടിക്കഴിഞ്ഞാൽ പൊക്കിളും ചുറ്റും നാടൻ ചികിത്സ രീതി പ്രത്യേകിച്ച് പറയും. നമുക്ക് ഗൂഗിൾ ചെയ്താൽ കിട്ടും. പൊക്കിളും ചുറ്റും കഫം കെട്ടുമ്പോൾ ആ കഫം പുറത്തേക്ക് കളയാനായിട്ട് ഉപ്പുവെള്ളം കുടിക്കുന്ന സേവിച്ചിരുന്നു എന്ന് കൃത്യമായിട്ട് ഡീറ്റെയിൽസ് പറയുന്നുണ്ട്. ഒരിക്കലും ഞാൻ ഒരു മിനിറ്റ്, എനിക്ക് ബോധമില്ല സഹോദര. ഞാൻ ബോധമില്ലാണ് ഇവിടുന്ന് പോകുന്നത്. കാറിൽ കയറിയപ്പോൾ എന്റെ ബോധം പോയി. എന്നെ ബോധം എടുത്തോണ്ട് പോകണത് മനസ്സിലായില്ലേ? പാമ്പ് കടിച്ചാല് ആന്റി സ്നേക്ക് വെനം അല്ലാതെ പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ വേറൊരു മറുമരുന്നില്ല അതിന്. അത് ഒന്നുകിൽ വൈദ്യന്മാർ കൊടുക്കുന്ന മരുന്നുകൾ വിജയിക്കുന്നത് അത് ഒന്നുകിൽ ഡ്രൈ ബൈറ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ പാമ്പ് കടിച്ചിട്ടുണ്ടാവില്ല. ഇല്ല, സിദ്ധ മണ്ഡലത്തിലാണ്. ഇതുവരെ ഇല്ല. മോഡേൺ മെഡിസിൻ ആന്റിവെനം കണ്ടെത്തിയിട്ട് എത്ര വർഷമായെന്നൂടെ പറയും. ഞാൻ ചോദിക്കട്ടെ, ഒരു മിനിറ്റ്. നമ്മുടെ പാലോട് എന്താ പറയുക, നമ്മുടെ ലക്ഷ്മിക്കുട്ടി അമ്മയ്ക്ക് എന്താ പറയുക ദേശീയ പുരസ്കാരം കൊടുത്തു. എന്താണ് പത്മശ്രീ കൊടുത്തത്? എന്തിനാ കൊടുത്തത്? നാടൻ ചികിത്സാ രീതി പാമ്പുകളെ ചികിത്സിച്ച് 369 പേരെ രക്ഷിച്ചതിന്റെ പേരിലാണ് അദ്ദേഹത്തിന് പത്മശ്രീ കൊടുത്തത്. അപ്പൊ നിങ്ങൾ അത് മാത്രം പറയരുത്, എല്ലാം പറയരുത്. അത് പറയരുത് കേട്ടോ. കടി കിട്ടിയവർക്ക് കടിയെ കുറിച്ച് പറയാൻ പറ്റും. എടുക്കാൻ പോയപ്പോൾ അവിടെ ഏറ്റവും സ്ക്രീനിൽ വലുതായിട്ട് കാണിക്കുന്ന ആരെന്നറിയോ? മിസ്റ്റർ വാവാ സുരേഷ്. വാവാ സുരേഷിനെ തെറി പറയുന്ന വീഡിയോ ആണ് ഈ ലൈസൻസ് കൊടുക്കുമ്പോൾ കാണിക്കുന്നത്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞപ്പോൾ ഞാൻ മിണ്ടായിരുന്നു. ഇനി ഞാൻ പറയാം, ഈ വാവാ സുരേഷ് ആണ് ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആദ്യ കാലങ്ങളിൽ പാമ്പ് പിടിക്കാൻ എന്നിട്ട് ഈ പകുതി പഠിച്ചിട്ട് പോയ ആളാണ് ഇപ്പൊ മൊത്തം പഠിച്ചു എന്ന് പറഞ്ഞിട്ട് വാവാ സുരേഷിനെ തെറി പറയുന്നത്. വനവകുപ്പ് ഉദ്യോഗസ്ഥനെ പാമ്പ് പിടിക്കാനായിട്ട് പഠിപ്പിച്ചിട്ടില്ല. ഞാൻ തെളിവ് കാണിച്ചു തരാം. നിങ്ങൾ തെളിവ് കാണിക്കൂ. ഇപ്പോ ഇപ്പൊ നിലവിൽ സർപ്പ ആപ്പ് വന്നതിന് ശേഷം ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ അംഗീകാരമുള്ള കമ്മിറ്റിയാണ് സർപ്പ ഗൈഡ് ലൈൻ കമ്മിറ്റി. ആ കമ്മിറ്റിയിലെ മാസ്റ്റർ ട്രെയിനേഴ്സിനെ ആരെങ്കിലും ഒരാളെ വാവാ സുരേഷ് പാമ്പ് പിടിക്കാൻ പഠിപ്പിച്ചു എന്ന് തെളിയിക്കാൻ പറ്റുമോ? പറ്റും. വീഡിയോ അടക്കം കാണിച്ചു തരാം. പിടിച്ച പാമ്പിന്റെ എണ്ണം പറഞ്ഞു കഴിഞ്ഞാൽ ഞെട്ടും. സുരേഷിന് ഒരു ലൈസൻസ് കിട്ടിയിട്ടില്ലെന്ന് പറയുന്നു. അദ്ദേഹത്തിന് ലൈസൻസ് കൊടുക്കാൻ വിളിച്ചിട്ടില്ല എന്ന് അദ്ദേഹം പറയരുത്, അത് കള്ളമാണ്. ലൈസൻസ് കൊടുക്കാൻ വിളിച്ചിട്ടുണ്ട്. ജോലി വരെ ഓഫർ ചെയ്തിരുന്നു. അല്ല, അതൊക്കെ തട്ടിപ്പാണ്. അതിന് മറുപടി ഗണേശ് സാർ പറഞ്ഞത് വനംവകുപ്പിന് ജോലി എന്ന് പറഞ്ഞാൽ താൽക്കാലികമായിട്ട് വാച്ചറായിട്ട് ജോലി കയറാനായിട്ട് പറഞ്ഞത്. ജനങ്ങൾക്ക് അത് അറിയില്ല. ഞാൻ ഇപ്പൊ തുറന്ന് പറയാണ്, താൽക്കാലിക വാച്ചറായിട്ട് കയറും. ഏതെങ്കിലും ചെക്ക് പോസ്റ്റ് പോയി കയറി വെക്കാനും താക്കാനും ഇരിക്കുക, അതേ പറ്റുള്ളൂ ജീവിതത്തിൽ. പിന്നെ റോഷിമ പറഞ്ഞ എന്നെ ആരും വിളിച്ചിട്ടില്ല. ഞാൻ അങ്ങോട്ട് അൻവർ സാറിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അത് വേറൊന്നിനുമല്ല, പല ക്ലാസ്സുകളിലും എന്റെ ഫോട്ടോ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച രാജഗോപാലെ പിടിച്ചൊരു വീഡിയോ ഉണ്ടായിരുന്നോ? ഒരാളിങ്ങനെ കാലിന്റെ ഇടയിൽ കൂടെ ഇങ്ങനെ തലയിൽ പിടിച്ചോണ്ട് പോകുന്നു. ഞാൻ തലയിൽ പിടിക്കുന്നതാണ് കംപ്ലൈന്റ്. എന്നെ വേണേ 2 അടി അടിച്ചോ, പക്ഷെ ഞാൻ ഉള്ളത് പറയും. അതൊക്കെ ഇവിടെ പറയുന്നത് അതൊക്കെ എല്ലാവർക്കും അറിയുന്നതല്ലേ. ഞാൻ ചോദിക്കട്ടെ, എങ്കിൽ ഇന്ത്യയിലുള്ള അല്ലെങ്കിൽ ഇന്ത്യയിൽ ഒറ്റ വംശക്കാർക്ക് മാത്രമേ പാമ്പിനെ വനമെടുക്കാൻ പെർമിഷൻ ഉള്ളൂ. അറിയാലോ, ഇരുള സൊസൈറ്റിക്ക് മാത്രം. എങ്കിൽ അവർ പിടിക്കുന്ന പാമ്പുകളെല്ലാം ചത്തുകൊണ്ട് അവർ പാമ്പിനെ പിടിച്ചോണ്ട് തലയിൽ പിടിച്ചല്ലേ മിൽക്ക് ചെയ്യുന്നത്. പാമ്പ് വനമെടുത്തിട്ട് കാട്ടിലേക്ക് വിടുന്നത്. ആ പാമ്പെല്ലാം ചത്തുകൊണ്ട്. ഇത് ഞാൻ തലയിൽ പിടിക്കുന്നു എന്ന് പറഞ്ഞാണ് ഫോട്ടോ കാണിക്കുന്നത് ഇവരെടുക്കുന്ന ക്ലാസ്സുകളിലെല്ലാം. ഒരു മിനിറ്റ്. അപ്പൊ ഇതാണ് ക്ലാസ് എടുക്കുക. ഇതിനാണ് ഞാൻ എതിർക്കുന്നത്. അല്ല, സർപ്പയ്ക്ക് ഞാൻ എതിരൊന്നും അല്ല. ഉളുപ്പുണ്ടടാ ചക്കണക്ക്.
നിങ്ങൾ രണ്ടുപേരും മാർട്ടിനായാലും ശരി വാസുരേഷ് ആയാലും ശരി വർഷങ്ങളായിട്ട് ഈ പാമ്പുകളുടെ സംരക്ഷണത്തിൽ നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ അത് ബന്ധപ്പെട്ട നിയമങ്ങൾ അറിയേണ്ട ഉത്തരവാദിത്തമുള്ള വ്യക്തികളാണ്. ആ നാട്ടിൽ നിലവിലുള്ള നിയമം അനുസരിച്ച് നിങ്ങൾക്ക് രണ്ടുപേർക്കും പാമ്പിനെ കൈകാര്യം ചെയ്യാൻ നാട്ടിലെ നിയമം അനുസരിച്ച് നിങ്ങൾ പാലിക്കുന്നുണ്ടോ നിയമം? ഞാൻ നിയമം പാലിക്കുന്നുണ്ടോന്നുള്ളതല്ല, ഞാൻ ലൈസൻസ് ഞാൻ പാലിക്കുന്ന നിങ്ങൾ എന്തെങ്കിലും നോക്കണേ. ദൈവമേ മൂർഖനെയാണല്ലോ ചവിട്ടിയത്. ഈ റെസ്ക്യൂർമാർ എന്ന് പറഞ്ഞ് പിടിക്കുന്ന ആൾക്കാര് പാമ്പിനെ കൊണ്ട് പല ജനവാസ മേഖലയിലും തുറന്നു വിടുന്നുണ്ട്. തെളിവ് സഹിതം എന്റെ ഉണ്ട്. പാലത്ത് പാമ്പിനെ കൊണ്ടുവിട്ട പരാതി എന്റെ ബന്ധുക്കളോട് താമസം അവർ വീണ്ടും തോട്ടയിൽ കൊണ്ടുവിട്ട പരാതിയുണ്ട്, പട്ടത്ത് കൊണ്ടുവിട്ട പരാതിയുണ്ട്. ഇപ്പൊ പരാതി പറഞ്ഞു നാട്ടുകാര്. അതുപോലെ തിരുവനന്തപുരത്ത് ഒരാൾ പാമ്പിനെ തുറന്നുവിട്ട കേസിൽ പോർട്ട് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് ഒരു 3 മാസങ്ങൾക്ക് മുന്നേ പോർട്ട് സ്റ്റേഷനിൽ വിളിച്ച് ബന്ധപ്പെടാം. നിങ്ങൾക്ക് കരിക്കാം ക്ഷേത്രത്തിന്റെ പരിസരത്ത് തോട്ടിൽ കൊണ്ട് തുറന്നിട്ട് ലൈസൻസ് ക്യാൻസൽ ചെയ്ത് ഞാൻ വിട്ട കാര്യം കുറിച്ചൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അല്ല, പുള്ളിന്ന് പാമ്പിനെ പിടിക്കുന്നില്ലേ? ഇപ്പോഴും പിടിക്കുന്നുണ്ട്. എങ്ങനെ പിടിക്കണേ? 3000, 3500, 4000, 2500 പൈസ വാങ്ങിച്ചിട്ടാ പിടിക്കണത്. തെളിവാണോ നിങ്ങൾ? എന്റെ ഉണ്ട് വീഡിയോ. ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങിച്ചു. താങ്കൾ എന്തിന്റെ അടിസ്ഥാനത്താണ് ഒരു പാമ്പ് ആണാണോ പെണ്ണാണോ ഇത്ര പ്രായം എന്തിന്റെ അടിസ്ഥാനത്തിൽ? നിങ്ങൾ ഈ ചോദ്യം നിങ്ങൾ വായിക്കുന്ന ചോദ്യം എന്തുകൊണ്ട് റോമനസ് വിട്ടേക്കറിനോ ചോദിക്കുന്നില്ല? വെയിറ്റ് ചെയ്യും മനുഷ്യൻ. ഞാൻ പറയട്ടെ, അദ്ദേഹത്തിന്റെ ബുക്കിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടല്ലോ, പാമ്പിന്റെ തല നോക്കിയും ചൽക്കങ്ങൾ നോക്കിയും ടൈലിന്റെ എൻഡ് നോക്കിയും ആണും പെണ്ണും പറയാൻ പറ്റുന്ന പറയുന്നുണ്ടല്ലോ. എന്തുകൊണ്ട് നിങ്ങൾ അദ്ദേഹത്തിനോട് ചോദിക്കുന്നില്ല? വാവാസുരേഷിന് മാത്രം ചോദിക്കില്ലേ? അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാൽ ഒരു സുരേഷ് നിങ്ങളൊരു ശത്രുവായിട്ടാണോ കാണുന്നത്? പോയി ചത്തുടടാ. 13 വയസ്സിൽ പാമ്പുപിടുത്തം തുടങ്ങി പറയുന്നു. 13 വയസ്സിൽ തൊട്ട് പാമ്പുപിടുത്തം ചെയ്തുകൊണ്ടിരിക്കുന്നത്, ആ കർത്തവ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് നിയമപരമായാണോ? ഈ ലൈസൻസ് എന്നാ വന്നേ? 2021. ലൈസൻസും എന്നെ പാമ്പിനെ പിടിക്കാൻ ആദ്യം വിളിച്ചിരുന്ന ആരാണ്? വനം വകുപ്പിന്റെ ഓഫീസർമാർ. ഈ പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ, രാജമല പിടിക്കാൻ എന്നെ അവരാണ് കൊണ്ടുപോകുന്നത്. അവര് ലൈസൻസിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല, എനിക്കൊന്നും ചോദിച്ചില്ല, ഞാൻ അങ്ങോട്ട് പറയാനും പോയിട്ടില്ല. നമ്മൾ അവരെ രക്ഷിക്കാനാണ്, നമ്മുടെ പാമ്പിനെ രക്ഷിക്കാനാണ് ചെയ്യുന്നത്. അതിനാണ് നമ്മൾ ഒരു രീതി പറയുന്നത്. നമ്മൾ ലൈസൻസിന്റെ കാര്യമല്ല പറയുന്നത്. നമ്മൾ പറയുന്ന ഒരു രീതി ഉണ്ടല്ലോ, ആ രീതിയിൽ അതെ, ആ രീതിയിൽ ചെയ്താൽ പോരെ. റോഷിജിക്ക് ഒരു മറുപടി കൊടുക്കണ്ടേ? റോഷിജിയുടെ ഒരു 50ഓളം വീഡിയോസ് എന്റെ ഉണ്ട്. പുള്ളി ഇങ്ങനെ അണലിയൊക്കെ ഇങ്ങനെ തൂക്കിക്കൊണ്ട് പോകുന്ന വീഡിയോ ഞാൻ കാണിച്ചു തരാം. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? വിഷം കുടിക്കുക. നിങ്ങൾ അതുകൊണ്ട് എന്ത് വിദ്യാഭ്യാസമാണ് മെസ്സേജ് എന്താണ്? എന്ത് കുടിക്കാന്ന് കേട്ടില്ല. കൊണ്ട് പൊതുജനത്തിന് കൊടുക്കുന്ന ഒരു ഇതെന്താണ്? നമ്മള് ബൈ ചാൻസിൽ ഇപ്പൊ നമ്മള് ഒരു കിണറ്റില് പാമ്പ് വീണാൽ കിണറ്റിൽ വെള്ളം ഉപയോഗിക്കാത്ത ആൾക്കാർ ധാരാളമുണ്ട്. കിണറ്റ് മൂടുന്ന സംഭവങ്ങൾ ഒരുപാട് ഞാൻ വേണമെങ്കിൽ കാണിച്ചത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ആൾക്കാരുടെ അഥവാ നമ്മുടെ ശരീരത്തിൽ അതിനു വേണ്ടിയാണ് ഞാൻ ചെയ്യുന്നത്. വെള്ളം കുടിച്ച് കാണിച്ചാൽ പോരെ? ഈ വെനം കൊണ്ട് വെള്ളം കിണറ്റി ഒഴിച്ചിട്ട് കാണിക്കാൻ പറ്റും. വേറൊരു സ്ഥലത്ത് നിന്ന് പിടിക്കുമ്പോൾ വീഡിയോ എടുക്കുമ്പോൾ കാണിക്കാൻ പറ്റുള്ളൂ. വേണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ ആക്സിഡന്റ് ഉണ്ടാക്കിയ ഡ്രൈവർ, നല്ല ഡ്രൈവർ അല്ല, ആക്സിഡന്റ് ആക്കിയ ആള്. ഏറ്റവും കൂടുതൽ കടി മേടിച്ച ആളല്ല ഏറ്റവും നല്ല പാമ്പ് പിടുത്തക്കാരൻ. 25 കൊല്ലമായിട്ട് ഇവിടെ പാമ്പ് പിടിക്കുന്ന ചോദിച്ചേട്ടനുണ്ട്, ഒരു കടി പോലും എടുത്തിട്ടില്ല. ഈ കൂട്ടത്തിൽ ഏറ്റവും നല്ല റെസ്ക്യൂർ ആരാണ് എന്ന് ചോദിച്ചാൽ ജോയിച്ചേട്ടനാണ്. അപ്പൊ നിങ്ങളിപ്പോ ട്രെയിനിങ് കൊടുത്ത് പാമ്പ് ഇടി കേട്ടവരെയൊക്കെ മോശം എന്നാണ് നിങ്ങൾ പറയുന്നത്. നിങ്ങളിപ്പോ കൊടുത്തവർക്ക് 100 പേർക്ക് 5 വർഷം കടി കിട്ടി. അവരെയൊക്കെ നിങ്ങൾ എന്ത് ചെയ്യും? അവരെയൊക്കെ നിങ്ങൾ അങ്ങ് അടിച്ചു കേരളത്തിൽ നിന്ന് പോകാൻ പറയോ? കിട്ടിയല്ലോ. 50 വർഷമായിട്ട് പാമ്പിനെ പിടിക്കുന്നു, അതുകൊണ്ട് നാളെ പാമ്പ് അടിച്ച് ചാവൂല എന്നൊന്നും പറയാൻ പറ്റൂല. ഞാൻ ഇപ്പൊ ഡ്രൈവ് ചെയ്യുന്നുണ്ട് 50 കൊല്ലമായിട്ട്, നാളെ ആക്സിഡന്റ് ആവൂല എന്നൊന്നും പറയാൻ പറ്റില്ല. പാമ്പ് കടിയും ഡ്രൈവിംഗും എന്നൊക്കെ പറഞ്ഞാൽ ഏത് സമയത്തും ഈ രണ്ട് കാറ്റഗറിയിലും, അതായത് പാമ്പ് പിടുത്തമായാലും അല്ലെങ്കിൽ ഡ്രൈവിംഗ് ആയാലും, അല്ലെങ്കിൽ ഞാൻ 2 വീലർ ഡ്രൈവിംഗ് എന്ന് ഉദ്ദേശിക്കുന്നു, ഇതിൽ രണ്ടിലും ഒരു നിയമം വന്നിട്ടുണ്ട്. അതായത് പാമ്പ് പിടുത്താണെങ്കിൽ പ്രോപ്പറായിട്ട് സേഫ്റ്റി എക്യുപ്മെന്റ്സ് ഉപയോഗിക്കണം എന്നുള്ളതും, ഡ്രൈവിംഗ് ആണെങ്കിൽ ഹെൽമെറ്റ് ധരിച്ച് വാഹനം ഉപയോഗിക്കണം. പക്ഷേ ഹെൽമെറ്റ് ധരിച്ച് വാഹനം ഉപയോഗിച്ചിട്ടും ആളുകൾ മരിക്കുന്നില്ലേ? ഹെൽമെറ്റ് ധരിച്ച് വാഹനം ഉപയോഗിക്കണം. പക്ഷേ ഹെൽമെറ്റ് ധരിച്ച് വാഹനം ഉപയോഗിച്ചിട്ടും ആളുകൾ മരിക്കുന്നില്ലേ? ഇഷ്ടം പോലെ ഇല്ലേ? ഏറ്റവും കൂടുതൽ ആളുകൾ മരണപ്പെടുന്നത് വാഹനാപകടം മൂലമല്ലേ? അപ്പൊ പുള്ളി പറയുന്നതിന് അതിൽ അർത്ഥമുണ്ട്. എന്ത് സേഫ്റ്റി ഉപയോഗിച്ചാലും മരണം സംഭവിക്കാൻ തന്നെ പുള്ളിയിൽ പറഞ്ഞു. അതിനുള്ള മറുപടി അതിൽ തന്നെ ഉണ്ട്. നമ്മൾ വേറൊന്നും പറയാൻ. ऐसे
ഓഡിയൻസ് എനിക്ക് വരാനുള്ള അവിടെ ഇരിക്കുന്ന എല്ലാവരും നെഗറ്റീവ് മാത്രമേ പുള്ളിക്കാരൻ്റെ കാണുന്നുള്ളൂ. നെഗറ്റീവ് മാത്രമേ ഉള്ളൂ, നെഗറ്റീവ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് നെഗറ്റീവ് പറയുന്നത്. ഞാൻ കണ്ടതിൽ വെച്ച് സ്വയം നെഗറ്റീവ് ഉണ്ടോ എന്ന് നോക്കിയിട്ടുള്ള മറ്റൊരാളുടെ നെഗറ്റീവ്. ഏത് സ്ഥാപനത്തിനും ചീത്തപ്പേരുണ്ടാക്കാൻ കച്ച കെട്ടി നടക്കുന്ന ചില ചെറ്റകളുണ്ടാവും. ഇവിടെ ഉണ്ട്. അതാ ഈ അവതാരം. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.